ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. അവണൂരും ആറങ്ങോട്ടുകരയിലും കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടത്ത് അംഗപരിമിതയായ ലോട്ടറി വിൽപ്പനക്കാരിയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. മേലൂർ സ്വദേശിനി അമ്പിളിക്കാണ് പരിക്കേറ്റത്. ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ്. ദേശീയപാത മതിലകത്ത് ക്രെയിനിടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി സൂഫിയയ്ക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. അവണൂരിൽ പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. വ്യാപകമായാണ് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത്. അവണൂർ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുകയാണ്. ദിവസവും കാട്ടുപന്നികളെത്തി നെൽച്ചെടികളെല്ലാം കുത്തിമറിച്ചിടുകയും നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. വ്യാപകമായ രീതിയിൽ കാട്ടുപന്നികൾ കൃഷിനാശം സംഭവിപ്പിക്കുകയാണ്. അത് നെല്ല് മാത്രമല്ല, വാഴ, ചേമ്പ്, ഒരു സാധനവും വീട്ടിലത്ര അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിൽ റോഡ് ക്രോസ് ചെയ്ത് ജനങ്ങൾ വീണ് അപകടം സംഭവിക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ നിലയ്ക്കാണ് കൃഷി തുടർന്ന് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ശാശ്വത പരിഹാരം പഞ്ചായത്തല്ല സർക്കാരിന്റെ ഭാഗത്ത് തന്നെ വേണം. നിശല്യം കാരണം കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ സർക്കാർ അതിനുവേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ കർഷകർ വളരെ കഷ്ടത്തിലാകും. കാട്ടുപന്നികളുടെ ശല്യം മൂലം കർഷകർ വലിയ ദുരിതത്തിലായ സാഹചര്യത്തിൽ ഉടൻ അധികാരികൾ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ കൃഷിയിറക്കാനാകാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. പന്നിശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. ആറങ്ങോട്ടുകര മണ്ണംകോട്ട് പാടശേഖരത്തിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ കർഷകർ ദുരിതത്തിലായിരിക്കുന്നത്. വിളവെടുക്കാറായ നെല്ല് മുതൽ പുതുതായി നട്ട ഞാറുവരെ പന്നികൾ നശിപ്പിക്കുകയാണ്. കൂടാതെ മയിലുകളും മറ്റ് ചെറുകിളികളുമെല്ലാം കർഷകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ആറങ്ങോട്ടുകര കൃഷിപാഠശാലയുടെ നേതൃത്വത്തിൽ ഇറക്കിയ 2 ഏക്കറോളം കൃഷിയാണ് കഴിഞ്ഞ ദിവസം പന്നികൾ നശിപ്പിച്ചത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നതായി കൃഷിപാഠശാല പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര പറഞ്ഞു. നമ്മൾ കർഷകർ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടും അങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒരു കൃഷി നടത്തുന്നത്. അത് ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ടും കൃഷി നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കൂടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ ഈ ഒരു മണി നെല്ല് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഒരു 4-5 ഏക്കർ പൂർണ്ണമായിട്ടും പന്നിയും മയിലും അതുപോലെ കിളികളും കൊണ്ടുപോയിക്കുന്നു. ഇപ്പൊ ബാക്കി കുറച്ച് നന്നായി നിന്നിരുന്ന നെല്ലും ഇതുപോലെ മുഴുവനായിട്ടും ഏതാണ്ട് ഒരു മണി നെല്ല് പോലും വൈക്കോലും കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ കൃഷി അല്ലെങ്കിലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത്തരം ഒരു ചില കാര്യങ്ങളും കൂടിയും അത് സർക്കാരും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി ഇറക്കുന്ന സമയം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ച് പന്നിശല്യത്തിന് പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഓരോ വർഷവും കർഷകരുടെ എണ്ണവും കൃഷിയുടെ ഉൽപ്പാദനവും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് കർഷകരോട് ഇത്തരത്തിലുള്ള അവഗണന നടത്തുന്നതെന്നും കർഷകർ പറയുന്നു. പന്നി, മയിൽ തുടങ്ങിയവയും പാടത്തേക്കിറങ്ങി നെൽവയലുകൾ നശിപ്പിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പ് മുഖാന്തരം ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാനാകാത്ത സാഹചര്യത്തിലാണ് കർഷകർ. TCV ന്യൂസ്, ചെറുതുരുത്തി. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിക്ക് നേരെ ആക്രമണം. ചാലക്കുടി മേലൂർ നമ്പ്യാരി വീട്ടിൽ അമ്പിളിക്കാണ് പരിക്കേറ്റത്. ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത്. മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഞാൻ കച്ചവടത്തിന് ഇരിക്കുകയായിരുന്നു, ലോട്ടറി കച്ചവടത്തിനെ. പെണ്ണുമ്പിള്ള അതിലിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു കവർ എടുത്തിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആള് വന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് വന്ന ആള്. അപ്പം ഞാൻ എന്തിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കുറേ ചളി എടുത്ത് മൂത്ത് തേച്ചു. എൻ്റെ ചളി എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു. ചെകിടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളുടെ കയ്യിൽ ചിറ്റിക ഇരിക്കണ്ടായിരുന്നു, സാധാ അണി അടിക്കുന്ന ചിറ്റിക. ആ ചിറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ച വഴിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആൾ തല്ലി തവിട് പൊടിയാക്കിയിട്ട് ബജ്ജിക്കടയുണ്ട്. അതുമ്പോൾ കുറേ തല്ലിയപ്പോൾ അത് ഒന്നും പറ്റില്ല. പക്ഷെ എൻ്റെ വണ്ടി 3 വീലറാണ്, അത് തല്ലി ഒരുവിധം നശിപ്പിച്ചിട്ടു. എന്തിനാണെന്ന് ഒരു പിടുത്തം കൊണ്ടിരിക്കുക. കാരണം ഞാൻ ആളോടും മിണ്ടാറില്ല, ആൾ എന്നോടും മിണ്ടാറില്ല. എന്നിട്ട് പറഞ്ഞു, ഈ പുറമ്പോക്കിൽ വന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കണത് എന്ന് ചോദിച്ചിട്ട് ആണ് തല്ലി തന്നെ.
മുഖത്ത് ചെളിവാരി തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു. അമ്പിളിയുടെ മുച്ചക്രവാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കടയും സ്ത്രീ അടിച്ചു തകർത്തു. നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായി പോലീസ് പറഞ്ഞു. ദേശീയപാത മതിലകത്ത് ക്രെയിനിടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ സുഫിയയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ SYS സാന്ത്വനം ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സുഫിയയെ പുറകിലൂടെ വന്ന ക്രെയിൻ തട്ടിവീഴ്ത്തുകയായിരുന്നു. സുഫിയയുടെ കാലിലൂടെ ക്രെയിന്റെ ചക്രം കയറിയിറങ്ങി. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾക്കായി പോയിരുന്ന ക്രെയിനാണ് അപകടമുണ്ടാക്കിയത്. ദേശീയപാത നിർമ്മാണത്തിനായി എത്തിയിട്ടുള്ള JCB, ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സ്ഥിരമായി ഇത്തരം വാഹനങ്ങൾ അപകടം ഉണ്ടാക്കുന്നതും പതിവായിട്ടുണ്ട്. അപകടം ഉണ്ടാക്കിയ ക്രെയിൻ ഓടിച്ചിരുന്ന ബീഹാർ സ്വദേശി മുന്ന കുമാറിനെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ശങ്കരൻകാവ് വഴിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചു. ശങ്കരൻകാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ വളവിൽ വെച്ച് വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു. അതേസമയം എരുമപ്പെട്ടിയിൽ നിന്നും കടങ്ങോട്ടേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറുമായും നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു. ഇരു കാറുകളുടെയും മുൻവശം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരനായ വയോധികന് പരിക്കേറ്റു. പെരുമ്പിലാവ് ആൽത്തറ തേരാമംഗലത്ത് മുഹമ്മദിനാണ് പരിക്കേറ്റത്. വെള്ളറക്കാട് കുഞ്ഞിപ്പാപ്പ ജാറം പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. പള്ളിയിൽ നടക്കുന്ന മദ്രസ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു. പരിക്കേറ്റയാളെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ OP ബ്ലോക്കിലെത്താൻ സുരക്ഷിതമായ വഴിയില്ലാത്തത് അവശരായ രോഗികളെ വലയ്ക്കുന്നു. പുതിയ കെട്ടിട നിർമ്മാണം നടത്തിയപ്പോഴാണ് OP ബ്ലോക്കിലേക്ക് വാഹനങ്ങൾ വന്നിരുന്ന വഴി തടസ്സപ്പെട്ടത്. OP ബ്ലോക്കിലെത്താൻ നടന്നു കയറാവുന്ന വീതി കുറഞ്ഞ പടികളുള്ള വഴിയാണ് നിലവിലുള്ളത്. അവശരായ രോഗികളെയും അപകടത്തിൽപ്പെടുന്നവരെയും ചുമന്നുകൊണ്ടാണ് പരിശോധനയ്ക്കായി OPയിൽ എത്തിക്കുന്നത്. വീൽചെയറിൽ ഇരുത്തി ചെരിവുള്ള നടപ്പാതയിലൂടെ കൊണ്ടുപോകുവാനും 3-4 പേർ വേണമെന്ന അവസ്ഥയാണുള്ളത്. ആശുപത്രിയുടെ പിൻവശത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാൻ ടിപ്പർ ലോറികൾക്ക് സഞ്ചരിക്കുന്നതിനായി ഉയരം കൂടിയ മൺതിട്ട ഇടിച്ചു നിരത്തി താൽക്കാലിക വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഓട്ടോറിക്ഷയുൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളിൽ രോഗികളെ സാഹസികമായി OPയിൽ എത്തിക്കുവാൻ ശ്രമിക്കാറുണ്ടെങ്കിലും വാഹനങ്ങൾ മൺതിട്ടയിൽ കുടുങ്ങുന്നത് പതിവാണ്. കൃഷിയും ജലസേചനവും കൂട്ടിയോജിപ്പിക്കുന്ന പുതിയ കാർഷിക നയം പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ വിളകളും കർഷകരും വലിയ ദുരിതത്തിലാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ചാലക്കുടി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന അഗ്രി ബിസിനസ് എക്സ്പോയിൽ പുതിയ ജൈവ ഫെർട്ടിഗേഷൻ യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തിൽ കാർഷിക മേഖല കനത്ത വെല്ലുവിളി നേരിടുകയാണ്. മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലം കർഷകർക്ക് പിടിച്ചു നിൽക്കാനാവുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠമഠത്തിൽ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ A ലത, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MP അനൂപ് എന്നിവർ സംസാരിച്ചു. കാവല്ലൂരിൽ തോട്ടിൽ വീണ് വയോധികൻ മരിച്ചു. കാവല്ലൂർ സ്വദേശി മേപ്പുറത്ത് വീട്ടിൽ 69 വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത്. വീടിനടുത്തുള്ള തോട്ടിൽ രവീന്ദ്രൻ വീണുകിടക്കുന്നത് സമീപവാസികളാണ് കണ്ടത്. പോത്തുകളെ കുളിപ്പിക്കാൻ വേണ്ടിയാണ് രാമചന്ദ്രൻ തോട്ടിലേക്ക് പോയത്. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസിൽ കടത്താൻ ശ്രമിച്ച 6 കിലോ കഞ്ചാവുമായി 2 പേരെ തൃശൂർ സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണുത്തി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മാള കുഴിക്കാട്ടുശ്ശേരി സ്വദേശി പരിയാടൻ വീട്ടിൽ ലിബിൻ, ചൊല്ലാനം സ്വദേശി സ്റ്റെമിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരിൽ നിന്ന് വന്ന ബസിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. ചേറ്റുവയിൽ രാമു ഖാരിയാട്ടിന് സാംസ്കാരിക മന്ദിരം ഒരുങ്ങുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് NK അക്ബർ MLA അറിയിച്ചു. ജനപ്രതിനിധികൾ, സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 2016-17 MLA ആയിരുന്ന KV അബ്ദുൽ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2,90,00,000 രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്.
പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, വൈസ് പ്രസിഡന്റ് BK സുദർശൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സതീഷ് പനക്കൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യമഹ ബൈക്കുകൾ മോഷ്ടിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ട 2 പേർ പിടിയിലായി. കൊടുങ്ങല്ലൂർ മേത്തല ചിത്തിരവളവ് കോന്നത്ത് വീട്ടിൽ സുനേഷ്, മുത്തംകുന്നം സ്റ്റാർ കമ്പനിക്ക് സമീപം താമസിക്കുന്ന മട്ടാഞ്ചേരി കപ്പലണ്ടിമുക്ക് മേപ്പറമ്പിൽ വീട്ടിൽ അൻവർ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്ന് യമഹ ബൈക്കുകൾ മോഷ്ടിച്ച് കോയമ്പത്തൂരിലും മറ്റും വിൽക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായത്. പറവൂർ, കൊടുങ്ങല്ലൂർ, മാള, ഞാറയ്ക്കൽ, ആലങ്ങാട് എന്നീ സ്റ്റേഷൻ പരിധികളിൽ നിന്ന് 10ഓളം ബൈക്കുകൾ ഇവർ മോഷ്ടിച്ചിരുന്നു. പകൽ സമയങ്ങളിൽ കറങ്ങി നടന്ന യമഹ ബൈക്കുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് വാഹനം സൂക്ഷിക്കുന്ന ഇടം കണ്ടുവയ്ക്കുന്നതാണ് ഇവരുടെ രീതി. രാത്രിയിൽ മോഷണം നടത്തുന്ന സംഘം മോഷ്ടിച്ച വാഹനം അന്ന് തന്നെ കോയമ്പത്തൂരിലെത്തിച്ച് വിൽപ്പന നടത്തും. മുനമ്പം ഡിവൈഎസ്പി S. ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മതിലകം CK വളവിൽ മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് വീടിന് തീപിടിച്ചു. വീടിനകത്തുണ്ടായിരുന്ന വീട്ടമ്മ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. വടക്കനോളി ജുലാഷിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വലിയകത്ത് റംലത്തും മകനും ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. വൈദ്യുതി പോയതിനെ തുടർന്ന് മേശയിൽ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരിയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായത്. തീയും പുകയും ഉയർന്നതോടെ ഉറക്കമുണർന്ന റംലത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഫ്രിഡ്ജും വീടിന്റെ സീലിംഗും വാതിലും കത്തിനശിച്ചു. മതിലകം പോലീസും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തി തീയണച്ചു. മീണാലൂരിൽ ട്രെയിൻ തട്ടി വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മീണാലൂർ പെട്രോൾ പമ്പിന് പുറകുവശത്തെ റെയിൽവേ ട്രാക്കിലാണ് ഏകദേശം 70 വയസ്സ് തോന്നിക്കുന്ന വയോധികന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. കേന്ദ്രീയ വിദ്യാലയ സംഘത്തിന്റെ സ്ഥാപക ദിനം തൃശൂർ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങ് മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ KK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ പ്രിൻസിപ്പൽ PV സുധാകരൻ, കേന്ദ്രീയ വിദ്യാലയത്തിന്റെ മുൻ പ്രിൻസിപ്പൽ ഫിലോമിന മേച്ചേരി, പൂർവ്വ വിദ്യാർത്ഥി M. ഹരിപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ, എക്സിബിഷൻ എന്നിവ നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 311 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ നിവേദ്യക്കിണ്ണം വഴിപാടായി ലഭിച്ചു. ചെന്നൈ അമ്പത്തൂർ സ്വദേശി MS പ്രസാദാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. 38.93 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കിണ്ണത്തിന് 25 ലക്ഷം രൂപയോളം വിലമതിക്കും. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ ഏറ്റുവാങ്ങി സോപാനത്ത് സമർപ്പിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ വനിതാ അഭിഭാഷക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ അഭിഭാഷക ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഹൈക്കോടതി ജഡ്ജി PM മനോജ് ഉദ്ഘാടനം ചെയ്തു. വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഡിനി ഗിരീഷ് അധ്യക്ഷയായിരുന്നു. ഹൈക്കോടതി ജഡ്ജി എബ്രഹാം മാത്യു, ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ഡോക്ടർ തുഷാര ജെയിംസ് എന്നിവർ ക്ലാസ് നയിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, ലോയേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CJ ബിമൽ, കേരള ബാർ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ, ബാനറുകൾ, കൊടിത്തോരണങ്ങളും നീക്കം ചെയ്തു. ഹൈക്കോടതി വിധി നിർദ്ദേശാനുസരണം അവണിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് വഴിയോരങ്ങളിലെ പരസ്യ ബോർഡുകൾ നീക്കം ചെയ്തത്. ആനക്കല്ല്, ഏഴുകമ്പനി, പാലക്കൽ എന്നിവിടങ്ങളിൽ നിന്നായി 100ഓളം ഫ്ലക്സ് ബോർഡുകളാണ് നീക്കം ചെയ്തത്. അനധികൃതമായി വഴിയോരങ്ങളിൽ ബോർഡുകൾ, ബാനറുകൾ, കൊടിത്തോരണങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നവർക്കെതിരെ 5000 രൂപ വരെ പിഴ ഈടാക്കുന്നതാണെന്ന് അവണിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയായി KD ബാഹുലയനെ തെരഞ്ഞെടുത്തു. KA രാമചന്ദ്രൻ, T പരമേശ്വരൻ, രവി കൊമ്പത്ത് എന്നിവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. NG സന്തോഷ് ബാബു, K അബിൽ ബേബി, KR പ്രശാന്ത് എന്നിവരാണ് പുതിയ അംഗങ്ങൾ. എറവ് സെന്റ് തെരേസാസ് ICSE സ്കൂളിന്റെ 16ാമത് വാർഷികാഘോഷം വൈബ്രാങ്കോ ആഘോഷിച്ചു. കണ്ടശാങ്കടവ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് ചാലയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. സീരിയൽ താരം ശിവാനി മേനോൻ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് നീതു ചാക്കോച്ചൻ സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
നിരാശ്രയനുമായ 72കാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കുഴഞ്ഞു വീണ് കിടന്നത് 4 ദിവസം. വിവരമറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകരും അന്തിക്കാട് പോലീസും ചേർന്ന വയോധികനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മറൂട്ടിക്കൽ ഭരതനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി വീട്ടിൽ നിന്ന് ആളനക്കം കേൾക്കുന്നില്ലെന്ന് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KT ഡേവിസും ലോക്കൽ കമ്മിറ്റി അംഗം TV മനോഹരനും ചേർന്ന് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഭരതൻ ശുചിമുറിയിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് അന്തിക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുന്തിയ ഇനം നായ്ക്കളെ വളർത്തിവിറ്റാണ് ഇയാൾ ജീവിക്കുന്നത്. പൊതുപ്രവർത്തകരും പോലീസും വീട്ടിലെത്തുമ്പോൾ 9 മുന്തിയ ഇനം നായക്കുട്ടികൾ വിശന്ന് ബഹളം കൂട്ടുന്നതാണ് കണ്ടത്. ഭരതനെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം പൊതുപ്രവർത്തകർ നായ്ക്കൾക്ക് ബിസ്ക്കറ്റും മറ്റും നൽകുകയായിരുന്നു. ഉടമയെ കാണാതായതോടെ നായ്ക്കളിപ്പോൾ നാട്ടുകാരുടെ സംരക്ഷണയിലാണ്. വൈകുന്നേരമാണ് നമ്മൾ 8 മണിയോടുകൂടി ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടു. ഈ നായകൾ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് അകത്ത് കടക്കാൻ പറ്റിയിരുന്നില്ല. ഗേറ്റ് ലോക്കായിരുന്നു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ മതിലിയാടി അകത്ത് കടന്ന് പരിശോധന നടത്തിയപ്പോഴാണ് കുളിമുറിയിൽ ഇദ്ദേഹം കുഴഞ്ഞു കിടക്കുന്നത് കണ്ടത്. ഉടനെ ആംബുലൻസ് വിളിച്ച് ഇദ്ദേഹത്തിനെ ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ആദ്യം എത്തിച്ചു. പിന്നീട് അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോൾ മിഷൻ ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരിഞ്ഞനം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന കലാമേള ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദേശീയ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ CS ബൈജുവിനെ ചടങ്ങിൽ ആദരിച്ചു. ഇത് കേരളത്തിൽ അങ്ങോളം നടക്കുന്ന പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിപാടിയാണ്. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ഗിരിജ കൊടപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. കെ ബിന്ദു ടീച്ചർ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബിന്ദു ടീച്ചർ അനുസ്മരണവും സ്മാരക സമിതി വാർഷികവും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് PF ആന്റണി അധ്യക്ഷത വഹിച്ചു. CP പോൾ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി സമ്മാന വിതരണം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് ഗാനാലാപന മത്സരം മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ് അധ്യക്ഷത വഹിച്ചു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, മഹിളാ കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുഗന്ധി ഗിരീഷ്, പ്രിൻസി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫാത്തിമ നജീ. അഖില കേരള പൌരസ്ത്യ ഭാഷാ അധ്യാപക സംഘടന PBSന്റെ 65-ാം ജില്ലാ വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ K ദിനേശ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് KK പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ PR രാമചന്ദ്രൻ, MV മഹിബാൽ, സംസ്ഥാന അക്കാദമിക് കൌൺസിൽ കൺവീനർ പ്രമോദ് വാഴങ്കര തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം വിരമിക്കുന്ന 21 അധ്യാപകർക്ക് സംഘടനയുടെ ഉപഹാരം സംസ്ഥാന അധ്യക്ഷൻ K ദിനേശ് കുമാർ സമ്മാനിച്ചു. നമുക്ക് നമ്മുടെ കാര്യം ശക്തമായിട്ട് പറയുവാൻ സാധിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിൽവട്ടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മരണാനന്തര ചികിത്സാ സഹായങ്ങൾ വിതരണം ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് AR രഘു, ജില്ലാ സെക്രട്ടറി ജോഷി തേറാട്ടിൽ എന്നിവർ സംസാരിച്ചു.
വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ പൂക്കോട് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികൾക്ക് ESI അനുവദിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. തമ്പുരാൻപടി വായനശാല ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിത ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ, PV വിനീത, സിമി സൈമൺ, CV മീന, സുനിത ബാബു, ലിസി ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്തിലെ അങ്കണവാടി കുരുന്നുകളുടെ കലോത്സവം പുത്തൻപീടിക സിഗ്നറി ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ മേനക മധു, ശരണ്യ, പ്രസിഡന്റ് ICDS സൂപ്പർവൈസർ KB വസുമതി തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിൽ ആസാം സ്വദേശി തഫ്ജുൾ സബീന ദമ്പതികളുടെ മകൾ തമന്ന നസ്രിനും കൂട്ടുകാരും സംഘനൃത്തവുമായി വേദിയിലെത്തി. മാള അന്നമനട മേഖലയിൽ പൂട്ടിക്കിടന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണശ്രമം. എടയാറ്റൂർ പൂവത്തശ്ശേരി മേഖലയിലെ വീടുകളിലാണ് മോഷണശ്രമം നടത്തിയിരിക്കുന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. അന്നമനട മാള റോഡരികിലുള്ള മാളിയേക്കൽ സെബാസ്റ്റ്യന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട സമീപവാസികൾ നടത്തിയ തിരച്ചിലിലാണ് മോഷണശ്രമം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പരിശോധനയിൽ വീട്ടിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തി. PR ഫ്രാൻസിസ് ജന്മശതാബ്ദി ആഘോഷങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് 4-ന് പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജെജു സെബാസ്റ്റ്യൻ, ജനറൽ കൺവീനർ റീസൻ വർഗീസ്, ട്രഷറർ ഡേവിസ് ചക്കാലക്കൽ, കോർഡിനേറ്റർ സന്ദീപ് സഹദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ മലമ്പാമ്പിനെ പിടികൂടി. ചാട്ടുകുളം റോഡിലെ പപ്പട നിർമ്മാണ കമ്പനിക്ക് സമീപത്തെ തോട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. 6 അടിയോളം നീളമുള്ള പാമ്പിനെ പ്രദേശവാസികളാണ് വലയിൽ കുരുങ്ങി അനങ്ങാൻ കഴിയാത്ത നിലയിൽ കണ്ടത്. പാമ്പ് സംരക്ഷകൻ രാജൻ പെരുമ്പിലാവെത്തി പാമ്പിനെ പിടികൂടി. കാലടി പ്ലാന്റേഷനിലെ 17-ാം ബ്ലോക്കിൽ ആനയെ കണ്ട് ഭയന്നോടിയ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ടിന് വീണ് പരിക്കേറ്റു. അങ്കമാലി മഞ്ഞപ്ര സ്വദേശിനി സാലി പോളിനാണ് പരിക്കേറ്റത്. പ്ലാന്റേഷനിലെ ഹെൽത്ത് സെന്ററിൽ ജോലി കഴിഞ്ഞ് ബസ് ഷെൽട്ടറിൽ നിൽക്കുകയായിരുന്നു യുവതി. പിൻഭാഗത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിവന്ന ആനയെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഇവർ കണ്ടത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയുടെ പിന്നാലെ ആനയും നടന്നെടുത്തു. ഇതിനിടെ എത്തിയ ബസിന്റെ ശബ്ദം കേട്ടപ്പോൾ ആന തിരിച്ച് റബ്ബർ തോട്ടത്തിലേക്ക് പോയി. ഓടുന്നതിനിടെ താഴെ വീണ സാലിയുടെ കൈകാലുകൾക്ക് പരിക്കേൽക്കുകയും പല്ലുകൾ ഇളകുകയും ചെയ്തു. അടിക്കടി സംഭവിക്കുന്ന ആനയാക്രമണം തടയുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പ്ലാന്റേഷൻ തൊഴിലാളികൾ പറയുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. അവണൂരും ആറങ്ങോട്ടുകരയിലും കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടത്ത് അംഗപരിമിതയായ ലോട്ടറി വിൽപ്പനക്കാരിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. മേലൂർ സ്വദേശിനി അമ്പിളിക്കാണ് പരിക്കേറ്റത്. ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ്. ദേശീയപാത മതിലകത്ത് ക്രെയിനിടിച്ച് കാൽനടയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി സൂഫിയയ്ക്കാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.